ഇലുമിനാറ്റി ഇപ്പോൾ വളരെ ഫേമസ് ആണ്. സാധാരണക്കാർ ഇലുമിനാറ്റിയെ കുറിച്ച് അറിയാൻ തുടങ്ങിയത് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഇലുമിനാറ്റിയെ കുറിച്ചുള്ള പരാമർശം പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ആരാണ് ഇലുമിനാറ്റി, എന്താണ് ഇലുമിനാറ്റി, ആരൊക്കെയാണ് ഇലുമിനാറ്റി നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വലിയ ഊഹാപോഹങ്ങൾ ലൂസിഫറുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്തു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഖുറേഷി അബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ഇലുമിനാറ്റിയുടെ ഭാഗമാണ് എന്ന രീതിയിലുള്ള വലിയൊരു പ്രചാരം തന്നെ ഉണ്ടായി. ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം അതിന്റെ രണ്ടാം പാർട്ടായി എമ്പുരാൻ വരികയാണ്. ഇലുമിനാറ്റിയെ കുറിച്ചുള്ള വലിയ വിശദമായ പരാമർശങ്ങളും കാര്യങ്ങളുമൊക്കെ എമ്പുരാനിൽ ഉണ്ടാകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്താകും വരാൻ പോകുന്നതെന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചാൽ ഇലുമിനാറ്റിക്കാർ അതൊന്നും വെളിപ്പെടുത്താറില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അങ്ങനെ ഇലുമിനാറ്റി എന്നും നിഗൂഢതകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ലേറ്റസ്റ്റായി ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രത്തിൽ ഇലുമിനാറ്റിയെ പരാമർശിച്ചുകൊണ്ടുള്ള പാട്ടുമെത്തി വലിയ രീതിയിൽ വൈറലായി. പിന്നീട് അത് വിവാദമായി മാറുകയും ചെയ്തു. കേരളത്തിൽ വീണ്ടും ചർച്ചയിൽ നിറയുകയാണ് ഇലുമിനാറ്റി എന്ന വാക്ക്. ആവേശം സിനിമയിലെ പാട്ട് രാജ്യമെങ്ങും വൈറലായതിന് പിന്നാലെ വിമർശനവുമായി ബിഷപ്പ് ജോസഫ് കരിയിലും രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് വീണ്ടും ഇലുമിനാറ്റി എന്ന വാക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമായത്. എന്താണ് ഇലുമിനാറ്റി എന്ന ചർച്ചയും അതോടൊപ്പം സജീവമായിരുന്നു. എന്താണ് ഇലുമിനാറ്റി, ആരാണ് ഇലുമിനാറ്റികൾ, ഇത് വിശ്വാസവുമായി എന്ത് ബന്ധം എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒരു പാട്ട് ഉയർത്തിവിട്ട ആവേശമാണിപ്പോൾ ഇലുമിനാറ്റി വിവാദത്തിൽ എത്തി നിൽക്കുന്നത്. ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോഴും ഈ കാര്യം ചർച്ചയായിരുന്നു. ഇലുമിനാറ്റിയെ കുറിച്ച് പല കഥകളും ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. പലരും പലതരത്തിലാണ് ഇലുമിനാറ്റിക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ. ലോകത്തിൽ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇലുമിനാറ്റി എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലുമിനാറ്റികൾ എന്ന് പറയും എന്നാണ് മുഖ്യമായ ഒരു വാദം. ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നവരുണ്ട്. പണം കൊണ്ട്, ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും കാലത്തെയും കാലാവസ്ഥയും പോലും പിടിച്ചുകെട്ടാൻ കഴിയുന്നവരാണ് ഇലുമിനാറ്റികൾ എന്നാണ് പ്രചരിക്കുന്ന മറ്റ് കഥകൾ. ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ പറയുന്നത്. 1700കളിൽ ബവേറിയൻ പ്രൊഫസറാണ് ഇലുമിനാറ്റിക്ക് രൂപം കൊടുത്തത് എന്നാണ് ഇതിൽ മുഖ്യമായ സിദ്ധാന്തം. നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും മത മേധാവിത്വങ്ങൾക്കും എതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു. വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളിൽ തുടങ്ങിയ ഇലുമിനാറ്റി പിന്നീട് ലോകമെങ്ങും വളർന്നെന്നും പറയപ്പെടുന്നു. ഇതിൽ നിന്നും പിന്നീട് ഫ്രീ മേസൺസ് എന്ന സംഘടനയും രൂപപ്പെട്ടു. ഐ ഓഫ് പ്രൊവിഡൻസ്, ത്രികോണത്തിനകത്തെ കണ്ണുകൾ ഇലുമിനാറ്റിയോട് ചേർത്ത് വെച്ച് പറയുന്നവരുമുണ്ട്. ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ അവർ അർത്ഥമാക്കുന്നത്. ഇലുമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പം അല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യമായി കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലിയർ ഒരിക്കൽ പറഞ്ഞിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലുമിനാറ്റി അംഗങ്ങൾക്കറിയാമെന്നായിരുന്നു അന്ന് ഹെല്ലിയറുടെ വാദം. ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് എന്ന പുസ്തകത്തിലും ഇലുമിനാറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് അതിസമ്പന്നരും അതിപ്രശസ്തരുമായ സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘടനയിൽ അംഗമാണെന്നും വാദങ്ങളും നിലവിലുണ്ട്. കലിംഗ യുദ്ധത്തിനു ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇലുമിനാറ്റിക്ക് പിന്നിലെന്ന് ഒരു കഥ ഇന്ത്യയിലും പ്രചാരത്തിലുണ്ട്. ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ 9 പേർക്കായി എല്ലാ അറിവുകളും അശോക ചക്രവർത്തി പങ്കുവച്ചെന്നും ഇവർ ലോകമെങ്ങും സഞ്ചരിച്ച് ഈ അറിവ് പകർന്നെന്നുമാണ് കഥ. ഈ 2024ലും പാട്ടിലും സിനിമയിലുമായി ഇലുമിനാറ്റി വീണ്ടും ജനങ്ങൾക്ക് നടുവിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. ഇനി ഇലുമിനാറ്റിയെ കുറിച്ച് പറയാനുള്ളത് എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ ആയിരിക്കും. എമ്പുരാൻ എന്ന ചിത്രത്തിൽ ഇലുമിനാറ്റിയെ കൂടുതലായി വിശദീകരിക്കുമെന്ന് പറയപ്പെടുന്നു. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ ടെയിൽ എൻഡിൽ കാണിച്ച മോഹൻലാലിന്റെ ഖുറേഷി അബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ഇലുമിനാറ്റി റഫറൻസ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വലിയ രീതിയിലുള്ള ഡീകോഡിംഗ് ഒക്കെ പ്രേക്ഷകർ നടത്തിയതാണ്. മോഹൻലാൽ ധരിച്ചിരിക്കുന്ന മോതിരം, കൂടാതെ അവസാന ഭാഗത്തിൽ വരുന്ന മൂങ്ങയുടെ റഫറൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഇലുമിനാറ്റി റഫറൻസുകൾ ചകഞ്ഞെടുത്ത് അന്വേഷിച്ചപ്പോൾ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ സംഘടനയുടെ നേതാവാകാനുള്ള സാധ്യതയുണ്ട് എന്നും അത് ഇലുമിനാറ്റി സംഘടനയായിരിക്കും എന്നതുമൊക്കെയായിരുന്നു അവർ നൽകിയ വിശദീകരണങ്ങൾ. എന്തായാലും ഇതിനൊക്കെ ഒരു മറുപടി കിട്ടേണ്ടത് എമ്പുരാൻ എന്ന ചിത്രത്തിലൂടെ തന്നെയാണ്. കാരണം എമ്പുരാൻ എന്ന ചിത്രം കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും ഈ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷിയെ കുറിച്ച് തന്നെയായിരിക്കും. ഫസ്റ്റ് ലുക്കിലും അങ്ങനെ തന്നെയാണല്ലോ കാണിച്ചിരിക്കുന്നത്. ഇതിലുമുണ്ടോ ഇലുമിനാറ്റി ഡീകോഡിംഗ്?